പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ഫോണിലുള്ള ഫയൽസ് ബൈ ഗൂഗിൾ. ചില ഫോണിൽ ഫയൽസ് എന്ന് മാത്രമേ കാണുള്ളൂ, ചിലതിൽ ഫയൽസ് ഗോ അങ്ങനെയൊക്കെ ആയിട്ട് കാണാം. അതായത് ഗൂഗിളിൻ്റെ തന്നെ ഒരു സംഭവമാണ്, ഫയൽ മാനേജറാണ്. ആ ഫയൽ മാനേജറിൽ നമുക്ക് ഫയൽസ് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. അത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ എക്സെൻഡറും അതേപോലെ തന്നെ ഷെയറിറ്റ് അതൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നമുക്ക് ഈ ഒരു സിമ്പിളായിട്ടുള്ള ഈ ഒരു ഒറ്റ ആപ്ലിക്കേഷൻ മതി ക്യാഷ് ക്ലീൻ ചെയ്യാനും അതേപോലെ തന്നെ മെമ്മറി മാനേജ് ചെയ്യാനും അതേപോലെ തന്നെ ഫയൽസ് സെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഒരൊറ്റ ആപ്ലിക്കേഷൻ മതി. നമുക്ക് അതിൽ എങ്ങനെയാണ് ഓരോ സെറ്റിങ്സ് ചെയ്യണമെന്ന് നോക്കി നോക്കാം. ഫയൽസ് ഷെയർ ചെയ്യണതും അതേപോലെ തന്നെ ക്യാഷ് ക്ലിയർ ചെയ്യണതും മെമ്മറി മാനേജ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് സിമ്പിളായിട്ട് നോക്കാം. നമ്മളിതവിടെ മെനു ഒന്ന് ഓപ്പൺ ചെയ്യണം. ആ ഒരു സിമ്പിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് തന്നെ കാണിക്കുന്നത് ബ്രൗസ് എന്നുള്ള ഓപ്ഷനാണ്. അതിൻ്റെ ലെഫ്റ്റിലായിട്ട് ക്ലീൻ, അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് കാണാം. ക്ലീൻ ജങ്ക് ഫയൽസ്, അതേപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഫയലുകളൊക്കെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ ജങ്ക് ഫയൽ ക്ലീൻ ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ച് മെമ്മറി ഫ്രീ ആയിട്ട് കിട്ടും. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് ഓരോ ഫോൾഡറുകൾ അത് അങ്ങനെ വേണമെങ്കിൽ ക്ലീൻ ചെയ്യാം. അതേപോലെ തന്നെ ഇതെല്ലാം ഒന്നാകെ വേണമെങ്കിൽ മെമ്മറി കാർഡിലേക്ക് മാറ്റാം. ഒറ്റ ക്ലിക്കിൽ തന്നെ മെമ്മറി കാർഡിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അടുത്ത ബ്രൗസ്, അത് ഓരോ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഫയലുകൾ കാണാം. അടുത്താണ് നമ്മൾ ഷെയർ. അതിൽ സെൻഡും കാണാം റിസീവും കാണാം. നമ്മളിപ്പോൾ സെൻഡ് ചെയ്യാനാണ് ആദ്യം എടുക്കുന്നത്. സെൻഡ് കൊടുക്കുക. അപ്പം മറ്റേ ഫോണിൽ റിസീവ് കൊടുക്കുക. ആ ഫോണിൻ്റെ ഇത് ഇവിടെ കാണിക്കുന്നുണ്ട്, ID ഇവിടെ കാണിക്കുന്നുണ്ട്. അതായിട്ട് കണക്ട് ചെയ്യുക. കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് ഫയലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഓപ്ഷനായിട്ട് അവിടെ ഉണ്ട്. വീഡിയോസ് ഉണ്ട്, ആപ്സ് ഉണ്ട്, ഇമേജസ് ഉണ്ട്, അങ്ങനെ ഏത് വേണമെങ്കിലും. വീഡിയോസാണ് ഇപ്പോൾ നമുക്ക് ഇത്തിരി ഹെവി ആയിട്ടുള്ളത്, അതായത് കൂടുതൽ മെമ്മറി ഉള്ളത്, ഹെവി സൈസ്. അപ്പോൾ നമുക്ക് ഹെവി സൈസ് തന്നെ ഒന്ന് അയച്ചു നോക്കാം. ഇതിപ്പോൾ 203 MB ആണ്. അതിന് കാണിക്കുന്നത് 1 മിനിറ്റ് ആണ് ഏതാണ്ട് കാണിക്കുന്നത്. അതത്ര വലിയ ടൈമല്ല, കാരണം ഇത് നല്ല സേഫ് ആണല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ അതൊരു ടൈമല്ല. മറ്റേതൊക്കെ ആകുമ്പോൾ എക്സെൻഡറും ഷെയറിറ്റൊക്കെ ആകുമ്പോൾ അതിൽ അഡ്വർടൈസ്മെൻറ്റ് കാണും, പിന്നെ ഒരു തേർഡ് പാർട്ടി ആക്സസൊക്കെ കാണും. അത് കാരണം അത്ര സേഫ് അല്ല. ഇത് ഗൂഗിളിൻ്റെ തന്നെയാണ്, അത് കാരണം നമുക്ക് വിശ്വസിക്കാം. അത് കഴിഞ്ഞാൽ ഡിസ്കണക്ട് ചെയ്തു. ഇനി നമുക്ക് നേരെ തിരിച്ച് നോക്കാം. ഒന്ന് റിസീവ് ചെയ്യാനുള്ള ഓപ്ഷൻ നോക്കാം. അപ്പോൾ വേണ്ട വെയിറ്റിംഗ് ഫോർ സെൻറ്റർ കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് കണക്ട് ചെയ്തു. അപ്പോൾ കണക്ട് ചോദിക്കുന്നു. അത്രയേ ഉള്ളൂ ഓപ്ഷൻ. ഇത്ര സിമ്പിളാണിത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ട വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.